നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹപരിസരത്ത് നമുക്ക് പരിപാലിക്കാൻ കഴിയുന്ന വൃക്ഷങ്ങളും പരിപാലിക്കാൻ പാടില്ലാത്ത വൃക്ഷങ്ങളെ കുറിച്ചുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വൃക്ഷങ്ങളെ ഇത്രയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. വൃക്ഷങ്ങൾ ഉള്ളിടത്തോളം കാലമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നാണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. വൃക്ഷങ്ങളുടെ മഹാത്മ്യവും അതേപോലെ അതിൻ്റെ ഔഷധ ഗുണവും പൂർവികരായിട്ടുള്ള ആളുകൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ നമ്മൾ വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൽ പൗരാണികമായി തന്നെ പൂജിക്കപ്പെടുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. അപ്പോൾ അരയാലിൻ്റെ കാര്യം തന്നെ നമുക്കൊന്ന് നോക്കാം. അരയാലിനെ അശുദ്ധമെന്നും ബോധിവൃക്ഷമെന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശ്രീബുദ്ധന് ജ്ഞാനോദയമുണ്ടായത് ബോധിവൃക്ഷച്ചുവട്ടിൽ വെച്ചാണ് എന്നത് പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ ശിവന്റെ ഭാവമായ ദക്ഷിണാമൂർത്തി ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത് ആൽമര ചുവട്ടിലിരുന്നു കൊണ്ടാണ് എന്നാണ് സങ്കല്പം. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തെ ഭൂമിയിലെത്തിക്കാനുള്ള കഴിവ് അരയാലിനെ പ്രസിദ്ധമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പരിസരങ്ങളിൽ അരയാലിനെ പരിപാലിച്ച് കാണുന്നത്. നാലാൾ കൂടുന്ന കവലകളിൽ പോലും അരയാലിനെ പരിപാലിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മഹാത്മ്യം പൂർവികരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് അരയാലിനെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. ശനിദോഷ പരിഹാരത്തിനായി അരയാൽ പ്രദക്ഷിണം ഉത്തമമാണെന്നാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃഷരാജായതേ നമഃ എന്ന മന്ത്രം ചൊല്ലി 7 വലം വയ്ക്കണമെന്നാണ് നിയമം. അപ്പോൾ 7 വലം വെക്കുന്ന അത്രയും സമയമെങ്കിലും അവിടെ അരയാൽ ചുവട്ടിലുണ്ടായാൽ ആ ശുദ്ധവായു കിട്ടിയാൽ ആ ശനിദോഷത്തിന് അത് പരിഹാരമാകുമെന്നാണ് പൂർവികരുടെ കണ്ടെത്തൽ. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതേപോലെ തന്നെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു വൃക്ഷമാണ് കൂവളം. വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വൃക്ഷങ്ങളുടെ ബലാബലമനുസരിച്ച് 4ആയി തിരിച്ചിട്ടുണ്ട്. അന്തസാര, ബഹിർസാര, സർവസാര, നിസാര എന്ന പേരിൽ 4ആയി തരം തിരിച്ചിട്ടുണ്ട്. പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ ഉള്ളിൽ കാതലുള്ള വൃക്ഷങ്ങളെ അന്തസാര വൃക്ഷങ്ങളെന്നും, തെങ്ങ്, പന, കവുങ്ങ് ഇങ്ങനെ പുറമേ കാതലുള്ള വൃക്ഷങ്ങളെ ബഹിർസാര വൃക്ഷങ്ങളെന്നും, തേക്ക്, പുളി തുടങ്ങിയ മൊത്തം കാതലുള്ള വൃക്ഷങ്ങളെ സർവസാര വൃക്ഷങ്ങളെന്നും, അതേപോലെ തന്നെ മുരിങ്ങ, മുരുക്ക് ഇങ്ങനെ കാതലില്ലാത്ത വൃക്ഷങ്ങളെ നിസാര വൃക്ഷങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് അന്തസാര, ബഹിർസാര, സർവസാര, നിസാര ഇങ്ങനെയാണ് 4ആയി വൃക്ഷങ്ങളെ അവയുടെ ബലാബലമനുസരിച്ച് തരംതിരിച്ചിട്ടുള്ളത്. അന്തസാര വൃക്ഷങ്ങൾ ഗൃഹത്തിൻ്റെ ദണ്ഡതിർത്തിക്ക് പുറത്ത് വൃക്ഷത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടിയിലധികം ദൂരത്തായിരിക്കണം ആ വൃക്ഷത്തിന്റെ സ്ഥാനം. അതിനു പുറമേ ആയിരിക്കണം സർവസാര വൃക്ഷങ്ങൾ പരിപാലിക്കേണ്ടത്. അതിനും പുറമെയാണ് ബഹിർസാര വൃക്ഷങ്ങൾ പരിപാലിക്കേണ്ടത്. അതിനും പുറമെയാണ് നിസാര വൃക്ഷങ്ങളെ പരിപാലിക്കേണ്ടത്. വാസ്തുശാസ്ത്ര വിധി പ്രകാരം കിഴക്ക് പൂവരിഞ്ഞിയും പേരാലും ഉത്തമമാണെന്നാണ്. തെക്ക് അത്തിയും പുളിയും, പടിഞ്ഞാറ് അരയാലും ഏഴിലമ്പാലയും, വടക്ക് പുന്നയും നാഗമരവും ഇത്തിയും പരിപാലിക്കാവുന്നതാണ്. കിഴക്ക് പൂവരിഞ്ഞിയും പേരാലും ധനാഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. തെക്ക് അത്തിയും പുളിയും ശ്രേഷ്ഠമാകുന്നു എന്നാണ്. പടിഞ്ഞാറ് അരയാലും ഏഴിലമ്പാലയും ശ്രേയസിനെ പ്രദാനം ചെയ്യുന്നു എന്നുമാണ് സൂചിപ്പിക്കുന്നത്. കിഴക്ക് പ്ലാവും, തെക്ക് കവുങ്ങും, പടിഞ്ഞാറ് തെങ്ങും, വടക്ക് മാവും പ്രത്യേകം നല്ലതാകുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അരയാൽ പടിഞ്ഞാറ് ഭാഗത്തല്ലാതെ മറ്റു സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് എങ്കിൽ അത് അഗ്നിഭയത്തെയും
ഇത്തി വടക്കല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നാൽ ചിത്തഭ്രമത്തെയും, അത്തി തെക്കു ഭാഗത്തല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നാൽ ഉദരവ്യാധിയെയും, പേരാൽ കിഴക്ക് ഭാഗത്തല്ലാതെയുള്ള സ്ഥാനങ്ങളിൽ നിന്നാൽ ശത്രുക്കളുടെ ഉപദ്രവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വാസ്തുശാസ്ത്രമനുസരിച്ച് കുമ്പിള്, കൂവളം, കടുക്കാമരം, കൊന്ന, നെല്ലി, ദേവദാരു, പ്ലാശ്, അശോകം, ചന്ദനം, പുന്ന, വേങ്ങ, ചെമ്പകം, കരിങ്ങാലി ഇവയൊക്കെ ഗൃഹത്തിന്റെ രണ്ടു വശങ്ങളിലും പുറകുവശത്തും നല്ലതാണ് എന്നാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. ഗൃഹപരിസരത്ത് പാടില്ലാത്ത വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാഞ്ഞിരം, ചേര്, വയ്യങ്കത, നറുവരി, താന്നി, ഊകമരം, വേപ്പ്, കള്ളിപ്പാല, കർമൂസ്, സ്വർണശീരി ഇതെല്ലാം തന്നെ അനിഷ്ടവൃക്ഷങ്ങളാകുന്നു. ഇവ കുടിയിരിപ്പ് പറമ്പിൽ എവിടെയും പാടില്ല എന്നാണ്. ഇവയുടെ വേരുകൾ കിണറ്റിൽ ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗൃഹത്തിന്റെ മുൻഭാഗത്തല്ലാതെയുള്ള വശങ്ങളിൽ വെറ്റിലക്കൊടി പരിപാലിക്കാമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗൃഹപരിസരത്ത് മുള്ളുള്ള വൃക്ഷങ്ങളെ പരിപാലിച്ചാൽ ശത്രുഭയത്തെയും പാലുള്ള വൃക്ഷങ്ങൾ നരനാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നീലമരി, മഞ്ഞൾ ഇവ വീടിനോടടുത്ത് പരിപാലിക്കരുത്. അത് സന്താനങ്ങളുടെ ദോഷത്തെ സൂചിപ്പിക്കുന്നു. ഒരു കാരണവശാലും ഗൃഹപരിസരത്ത് ശീമപ്ലാവ് പരിപാലിക്കരുത്. അത് ധനനാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ വന്നിട്ട് അതിൻ്റെ കായ്ഫലം കണ്ടിട്ട് അത് മുറിക്കാൻ പറയില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്, അതിനൊരു അതിർത്തി നിശ്ചയിച്ച് കൊടുക്കും. അപ്പോൾ അതിനെ ശാസ്ത്രത്തെ മനസ്സിലാക്കാതെയാണ് അതിർത്തി തിരിച്ചാൽ ആ ശീമപ്ലാവിൻ്റെ ദോഷം മാറും എന്ന് പറയുന്നത്. ശീമപ്ലാവിനെ സംബന്ധിച്ചോളം ഇന്ന് ചെറിയ പറമ്പുകളിലാണ് ഗൃഹം നിൽക്കുന്നത്. അടുത്ത വീട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ ദോഷം നമുക്കും ആ വൃക്ഷം നിൽക്കുന്ന വീട്ടുകാർക്കും അത് ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയാനുള്ളത്. ശീമപ്ലാവ് ഒരു കാരണവശാലും കുടിയിരിപ്പ് പറമ്പിൽ പാടില്ല എന്ന് തന്നെയാണ്. അത് ധനനാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഓരോരുത്തരുടെയും നക്ഷത്ര വിശേഷമനുസരിച്ച് വൃക്ഷങ്ങളെ പരിപാലിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതിക്ക് കാഞ്ഞിരവും, ഭരണിക്ക് നെല്ലിയും, കാർത്തികക്ക് അത്തിയും, രോഹിണിക്ക് ഞാവലും, മകയിരത്തിന് കരിങ്ങാലിയും, തിരുവാതിരയ്ക്ക് കരിമരവും, പുണർദത്തിന് മുളയും, പൂയത്തിന് അരയാലും, ആയില്യത്തിന് നാഗമരവും, മകത്തിന് പേരാലും, പൂരത്തിന് പ്ലാശും, ഉത്രത്തിന് ഇത്തിയും, അത്തത്തിന് അമ്പഴവും, ചിത്തിരയ്ക്ക് കൂവളവും, ചോതിക്ക് നീർമരുതും, വിശാഖത്തിന് വയ്യങ്കതയും, അനിഴത്തിന് ഇലഞ്ഞിയും, കേട്ടയ്ക്ക് വെട്ടിയും, മൂലത്തിന് കുന്തിരിക്കവും, പൂരാടത്തിന് വഞ്ഞിയും, ഉത്രാടത്തിന് പ്ലാവും, തിരുവോണത്തിന് എരുക്കും, അവിട്ടത്തിന് മുരിങ്ങയും, ചതയത്തിന് കടമ്പും, പൂരുട്ടാതിക്ക് തേന്മാവും, ഉത്രട്ടാതിക്ക് കരിമ്പനയും, രേവതിക്ക് ഇരിപ്പയും എന്ന ക്രമത്തിൽ നമുക്ക് ഗൃഹപരിസരത്ത് പരിപാലിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുരിങ്ങ, കപ്പ, കറിവേപ്പ് ഇവയൊന്നും തന്നെ ഗൃഹത്തിന്റെ ദണ്ഡതിർത്തിക്കുള്ളിൽ ഒരു കാരണവശാലും പരിപാലിക്കരുത്. നമ്മുടെ വീടിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യത അതുകൊണ്ട് തന്നെ ആയിരിക്കണം. കറിവേപ്പ് പൊതുവെ ഗൃഹത്തിനോടടുത്ത് നിൽക്കുന്നത് ദോഷകരമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മീനം, മേടം, ഇടവൻ രാശികളിൽ ആഞ്ഞിലി പാടില്ല എന്ന് പറയുന്നുണ്ട്. ആഞ്ഞിലിക്ക് ഉത്തമ സ്ഥാനം വൃശ്ചിക രാശിയാണ്. അപ്പോൾ മീനം, മേടം, ഇടവൻ രാശികൾ എന്ന് പറയുമ്പോൾ ഏതാണ്? കിഴക്കിൻ്റെയും വടക്കിൻ്റെയും മൂല വരുന്ന ഭാഗമാണ് മീനം. അത് കഴിഞ്ഞാൽ തെക്കോട്ട് വരുമ്പോൾ മേടം, ഇടവം ഇങ്ങനെ പോകും. അപ്പോൾ ആ കിഴക്ക് ഭാഗത്തെ തന്നെ പകുതിക്ക് വടക്കോട്ട്, കിഴക്ക് ഭാഗത്തെ രണ്ടായി വിഭജിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗത്ത് ആഞ്ഞിലി വരാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയുന്നത്. അപ്പം വൃശ്ചിക രാശിയിൽ ആഞ്ഞിലി നിൽക്കാമെന്ന് പറയുന്നുണ്ട്. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ ഏതാ? പടിഞ്ഞാറ് ഭാഗത്തെ രണ്ടായി ഭാഗിച്ചാൽ, അതായത് പടിഞ്ഞാറ് ഭാഗത്തെ തെക്ക് വടക്കുള്ള നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ പകുതിക്ക്
വടക്കോട്ട് മാറി വരുന്ന ഭാഗത്താണ് വൃശ്ചിക രാശി വരുന്നത്. ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, കിഴക്ക് വടക്ക് ഭാഗത്ത് ഇലവു മരം പരിപാലിക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഗൃഹത്തിന്റെ മേളിൽ ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് പൊന്നു കായ്ക്കുന്നതായാലും വെട്ടിമാറ്റണമെന്നാണ്. കിഴക്കും വടക്കും ഭാഗങ്ങളിൽ വലിയ വൃക്ഷങ്ങളെ ഒഴിവാക്കുക. കാരണം പ്രഭാത സൂര്യനെ മറയ്ക്കുന്ന ഒരു വൃക്ഷങ്ങളും ഉണ്ടാകരുത്. ശാസ്ത്രത്തിൽ വലിയ വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ വൃക്ഷങ്ങളെ കിഴക്കും വടക്കും ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മുൻകാലങ്ങളിൽ ഇത് വലിയ പറമ്പുകളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ പറമ്പുകളിൽ ചെറിയ വീടുകൾ വെക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വലിയ വൃക്ഷങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രഭാത സൂര്യനെ മറയ്ക്കുന്ന ഒരു വൃക്ഷങ്ങളും ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെ കിഴക്കും വടക്കും ഭാഗത്തും കൂടുതൽ കാലി സ്ഥലം വരണമെന്നുണ്ട്. അപ്പോൾ ഉദ്യാനം നിർമ്മിക്കാൻ ഉത്തമ സ്ഥാനം കിഴക്കും വടക്കും ഭാഗത്താണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വലിയ ചെടികളൊന്നും പരിപാലിക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം പ്രഭാത സൂര്യനെ മറയ്ക്കുന്നതൊന്നും തന്നെ കിഴക്കും വടക്കും ഭാഗത്ത് ഉണ്ടാകരുത്. വടക്ക് ഭാഗത്ത് പരിപാലിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ വടക്കിൻ്റെ പടിഞ്ഞാറിലേക്ക് മാറ്റി അത് പരിപാലിക്കാം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലും വൃക്ഷം പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ അത് കിഴക്ക് ഭാഗത്ത് തന്നെ തെക്കോട്ട് മാറി വരുന്ന ഭാഗത്തേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഔഷധ സസ്യങ്ങളെ പരിപാലിക്കാമെന്ന് പൂർവികരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം എന്താ, വടക്ക് ഭാഗത്ത് ഉള്ള ഔഷധ സസ്യങ്ങൾ അതിലെ ആ ഗൃഹവാസികൾക്ക് അത് ഔഷധ മൂല്യം കൂടുതലായി കിട്ടുമെന്നാണ് പൂർവികരുടെ കണ്ടെത്തൽ. തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ അപ്പോൾ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വലിയ വൃക്ഷങ്ങളും മറ്റ് വലിയ വൃക്ഷങ്ങളും പരിപാലിക്കാം. അപ്പോൾ വലിയ വൃക്ഷങ്ങളെ വടക്കും കിഴക്കും ഒഴിവാക്കുക. തെക്ക് കിഴക്ക് അഗ്നികോണാണ്. അവിടെ ജലസാന്നിധ്യം വരാൻ പാടില്ലാത്ത ഭാഗമാണ്. അഗ്നിയും ജലവും വിരുദ്ധ ശക്തികളാണ്. കറ്റാർ വാഴ പാലുള്ള വൃക്ഷങ്ങൾ ഇതൊക്കെ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ചെറിയ പറമ്പുകളാണ്. അപ്പം മുൻകാലങ്ങളിൽ ഉള്ള വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഇത് കൊട്ടാരങ്ങളുടെയും നഗരാസൂത്രണങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളിലായിരുന്നു വാസ്തുശാസ്ത്രം മുൻകാലങ്ങളിൽ പരിഗണന കൊടുത്തിരുന്നത്. ഇന്ന് ആ വാസ്തുശാസ്ത്രത്തെ ലഘൂകരിച്ച് നമ്മൾ ചെറിയ പറമ്പുകളിൽ ചെറിയ വീട് വെക്കാൻ വേണ്ടി ഇത് ചിട്ടപ്പെടുത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന വാസ്തുശാസ്ത്രം. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വലിയ വൃക്ഷങ്ങളൊക്കെ ഗൃഹപരിസരത്ത് പരിപാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പരിപാലിക്കാൻ കഴിയുന്നവ പരിപാലിക്കുക, അല്ലാത്തവ ഒഴിവാക്കുക എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് ചെറിയ പറമ്പുകളിൽ ഈ വലിയ വൃക്ഷങ്ങളൊന്നും പരിപാലിക്കാൻ പറ്റത്തില്ല. കാരണം സിറ്റിയിലും അല്ലാതെ ആയാലും 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമികളിലായിരിക്കും ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ പരിപാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിയുന്നവ കൃത്യമായി ചെയ്യുക, അല്ലാത്തത് ഒഴിവാക്കുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.